ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോഫിടെക് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന 3 അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാട്സപ്പിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റുകളിൽ ഒന്നാണ്, നമ്മൾ ഏതൊരു വ്യക്തിക്കാണോ ഫോട്ടോസ് ആകട്ടെ അതല്ല വീഡിയോസ് ആകട്ടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, ആ ഒരു വ്യക്തിയുടെ സെലക്ട് ചെയ്ത്, അതല്ല നമ്മളൊരു ഗ്രൂപ്പിലാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീഡിയോ എടുത്ത് സെൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായി താഴെയായി നമ്മൾ ഏതൊരു ഗ്രൂപ്പിലാണോ അതല്ല ഏതൊരു പ്രൈവറ്റ് നമ്പറിലേക്കാണോ മെസ്സേജ് അയക്കുന്നത്, ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നത് അതല്ല വീഡിയോസ് സെൻഡ് ചെയ്യുന്നത്, ആ ഒരു ഗ്രൂപ്പിൻ്റെ ആ ഒരു വ്യക്തിയുടെ പേര് ആ ഒരു ഫോട്ടോയുടെ അതല്ല ഒരു വീഡിയോയുടെ താഴെയായി മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് വളരെ ഉപകാരപ്പെടും. കാരണം നമ്മൾ മറ്റൊരാൾക്ക് അയക്കേണ്ടത്, നമ്മൾ ഏതൊരു വ്യക്തിക്കാണോ മെസ്സേജ് അയക്കേണ്ടത് ആ ഒരു വ്യക്തിയാണെന്നുള്ള കൺഫേം നമുക്കവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്കാണ് ഈ ഒരു മെസ്സേജ് അയക്കേണ്ടത് എങ്കിൽ നമുക്ക് മെസ്സേജ് ബട്ടണിൽ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം ആ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത് മറ്റൊരു നമ്പറാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് പിറകിലേക്ക് വന്ന് നമുക്ക് നമ്മുടെ ആർക്കാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് അവരുമായിട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ അതിലൊന്ന് അപ്ഡേറ്റിലെ ഉപകാരമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ പോലെ നിങ്ങളുടെ താഴെയായി ആ ഒരു ഫോട്ടോസിനും ആ ഒരു വീഡിയോസിനാണെങ്കിലോ താഴെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ്. രണ്ടാമത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നമുക്കറിയാം, നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വാർത്ത കേട്ടിരുന്നു, ഫേസ്ബുക്കും വാട്സപ്പും ഒന്നിച്ച് നിൽക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ പ്രൈവസി നഷ്ടപ്പെടുന്നതൊക്കെ. എന്നാൽ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് തന്നെ. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട് വാട്സപ്പിൽ. ആ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റാറ്റസ് നമുക്ക് നല്ല വ്യൂസൊക്കെ കിട്ടി, നമുക്കൊരാഗ്രഹം നമ്മുടെ ഫേസ്ബുക്കിലും കൂടി ആ ഒരു സ്റ്റോറി ആയിട്ട് വെക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വാട്സപ്പിലുണ്ടായ ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഫോർവേഡ് ആൻഡ് ഡിലീറ്റ് എന്നുള്ളത്. ആ ഒരു പ്ലേസിൽ ഇപ്പോൾ നമുക്ക് കാണാം ഷെയർ ടു ഫേസ്ബുക്ക് എന്നും. അതാണ് സെക്കൻഡ് വന്ന അപ്ഡേറ്റ്. മൂന്നാമത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അത് നമുക്ക് യൂട്യൂബേഴ്സിനും അതല്ല നമ്മളുടെ ടൈം വളരെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അപ്ഡേറ്റാണ്. നമ്മളൊരു യൂട്യൂബിലെ വീഡിയോസ് ആണെങ്കിലോ അതല്ല ഫേസ്ബുക്ക് വീഡിയോസ് ആണെങ്കിലോ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ അയക്കുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് ഏതൊരു പേജിൽ ഫേസ്ബുക്ക് വീഡിയോസ് ആണെങ്കിൽ ഫേസ്ബുക്കിലേക്കോ അതല്ല യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ യൂട്യൂബ് സോഫ്റ്റ്വെയറിലേക്കോ പോയി അവിടുന്ന് കാണണമായിരുന്നു. പിന്നെ അതിന് ശേഷം പുതിയൊരു അപ്ഡേറ്റ് വന്നു, പിക്ചർ ടു പിക്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. കാരണം നമ്മുടെ വീഡിയോയിലേക്ക് ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലേ ആയിട്ട് കാണിക്കും. പക്ഷേ ആ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊരു ഗ്രൂപ്പിലാണോ ആ ഒരു ലിങ്ക് ഉള്ളത് ആ ലിങ്കിൽ നിന്നും പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ക്ലോസ് ആകാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അത് നമ്മൾ യൂട്യൂബിലുള്ള വീഡിയോസ് ആണെങ്കിലോ ഫേസ്ബുക്ക് വീഡിയോസ് ആണെങ്കിലോ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിറകിലേക്ക് മറ്റൊരു ഗ്രൂപ്പിലേക്കാണെങ്കിലോ മറ്റൊരു പ്രൈവസി നമ്പറിലേക്കോ അതിൽ നമുക്ക് വാട്സപ്പിൽ നിന്ന് പുറത്തിറങ്ങിയാലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം പലപ്പോഴും പല ന്യൂസുകളും നമുക്ക് കാണും. അപ്പോൾ ലിങ്ക് ആയതുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കാണും. അപ്പോൾ നമ്മളെ പ്രൈവറ്റ് നമ്മളെ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ടുള്ള നമ്പേഴ്സിൽ നിന്നോ മെസ്സേജ് വരുന്ന സമയത്ത് ആ ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പിറകിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വീഡിയോ നമ്മൾ കണ്ടിരിക്കുന്ന ന്യൂസ് ആണെങ്കിലോ അതല്ല ഇമ്പോർട്ടൻ്റ് വലിയ വീഡിയോസ് ആണെങ്കിൽ അത് മിസ്സാകാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മിസ്സാകാതെ തന്നെ നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ മറ്റൊരായിട്ട് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 3 അപ്ഡേറ്റാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വാട്സപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് വന്നില്ല എങ്കിൽ നിങ്ങൾ ബീറ്റ വിഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്ലേ സ്റ്റോറിന് ശേഷം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ട് കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.